ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദാനിയേൽ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയിലും സാമർഥ്യം കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവരിക്കുകയായിരുന്നു. 4 പേരുടെ കൂട്ടത്തിൽ ഒരാൾക്ക് പ്രത്യേകമായ ഒരു കാര്യം ചെയ്യാനുള്ള കഴിവ് കൊടുക്കുന്നു, ഒരു കൃപ കൊടുക്കുന്നു. പ്രതികൂലങ്ങളിലാണ് നിൽക്കുന്നത്, പ്രതിസന്ധികളിലാണ് നിൽക്കുന്നത്. അവിടെ ഒരു സ്വപ്നം വ്യാഖ്യാനിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെങ്കിൽ ദൈവം അവൻ്റെ മേൽ ബുദ്ധി കൊടുത്ത് അവൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവനെ അതിൽ നിന്ന് സംരക്ഷിക്കേണ്ടത് ദൈവത്തിൻ്റെ ആവശ്യമാണ്. വേൾഡ് ക്യാൻസർ ഡേ ആണെന്ന്. ലോകമെമ്പാടും മാരകമായി അനേകമായ ആളുകൾക്ക് അവരെ പിടിച്ചുലയ്ക്കുന്ന ഒരു രോഗമാണിത്. എന്നാൽ അതിനെ അതിജീവിച്ച്, ആ വേദനയിൽ അതിജീവിച്ച് സന്തോഷത്തോടെ ഓരോ ദിവസവും നടത്തപ്പെടുന്ന അനേകരുണ്ട്. ശരീരവും മനസ്സും ആത്മാവും പണവും എല്ലാം ഒരുപോലെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ദൈവം നടത്തുന്ന വഴി ദാനിയേൽ പ്രവാചകനെ തീച്ചൂളയിൽ കാത്തു സൂക്ഷിച്ചതുപോലെ ക്യാൻസർ മാത്രമല്ല, പലതരത്തിലുള്ള അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മനുഷ്യൻ പലതരത്തിലുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഏത് അനുഭവത്തിലൂടെ കടന്നു പോയാലും, എപ്രകാരമുള്ള അനുഭവത്തിലൂടെ കടന്നു പോയാലും, ആ അനുഭവത്തിൽ നിന്ന് നിന്നെ സംരക്ഷിച്ച് നിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ട്. ആ ശക്തി നിൻ്റെ മേൽ വ്യാപരിക്കണം, ആ കൃപ നിൻ്റെ മേൽ വ്യാപരിക്കണം. അതിനായി ദൈവത്തോട് മാത്രം ചേർന്ന് നിനക്ക് മാത്രമുള്ള ചില കഴിവുണ്ട്. നിനക്ക് മാത്രം, നിന്നെ മാത്രം സംരക്ഷിക്കുന്ന ചില പ്രത്യേക തരമുണ്ട്. ഇന്ന് ആളുകൾക്കത് ഒരു സ്പെക്ടാക്കുലർ, ഒരു പ്രത്യേകമായ ഒരനുഭവമുള്ള ഒരാളുണ്ട് ആയിരിക്കണം നമ്മൾ. അത് ദൈവം തരുന്നതാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ദാനിയേൽ പ്രവാചകന് കൊടുത്ത ആ പ്രത്യേക കൃപ കഴിവ് പരിശുദ്ധാത്മാവിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന്, ദാനിയേൽ പ്രവാചകൻ്റെ വിശുദ്ധീകരണത്തിന് കൊടുത്താണല്ലോ. അപ്രകാരം ഞങ്ങളുടെ ജീവിതവും വിശുദ്ധീകരിക്കപ്പെട്ട് ഏത് പ്രതിസന്ധികളിലും പതറാതെ നിൽക്കാനുള്ള ശക്തി ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും നൽകണമേ. ലോകമെമ്പാടുമുള്ള ക്യാൻസർ പേഷ്യൻസിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വെല്ലൂർ മെഡിക്കൽ കോളേജിലും കർത്താവെ RCCയിലും കോട്ടയം സേവന നിലയത്തിലും ധാരാളം സ്ഥാപനങ്ങൾ, ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ കർത്താവെ, ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ വ്യാപരിച്ച് നിൻ്റെ മക്കളെ നീ നിലനിർത്തി അനുഗ്രഹിച്ച് ആശീർവദിച്ചു കൊള്ളണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, ലോകമെമ്പാടും സുവിശേഷം അറിയിക്കുന്നവർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് സർവീസ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, ബെഡിഡനായിട്ടുള്ളവർ, വിശ്രമജീവൻ നയിക്കുന്നവർ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ക്യാൻസർ രോഗത്താൽ ലോകമെമ്പാടും വലയുന്ന, പണമില്ലാതെ വലയുന്ന, ട്രീറ്റ്മെൻറ്റ് ലഭിക്കാതെ വലയുന്ന, വേദനയിൽ പിളയുന്ന എപ്പേർപ്പെട്ടവരെ ഞങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ, ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ, ഈ പ്രാർത്ഥന ശ്രവിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവ് അത്ഭുതകരമായിട്ട് അങ്ങനെയുള്ളവരുടെ മേൽ ദൈവശക്തി ഇറങ്ങി നീ അത്ഭുതം പ്രവർത്തിക്കണമേ, അതിശയം പ്രവർത്തിക്കണമേ. തീച്ചൂളയുടെ അനുഭവത്തിൽ ശദ്രക്, മേശക്, അബേദ്നെഗോവിനെ രക്ഷിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദാനിയേൽ പ്രവാചകൻ്റെ മേൽ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവ് ഈ പ്രത്യേക സാഹചര്യത്തിൽ അപ്രകാരമുള്ളവർക്ക് പരിശുദ്ധാത്മാവിലുള്ള ബലവും ശക്തിയും കൊടുക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശു മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമീൻ. ഗോഡ് ബ്ലെസ് യു. തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ, അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ.